നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് ദാമോദർ പ്രസാദ് കോഴിക്കോട് നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ശനിയാഴ്ച അവസാനിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവ മൂവ്മെന്റിന്റെ ചില മീഡിയ വശങ്ങളാണ്. ഇന്നുൾപ്പെടെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും മെയിൻലൈൻ മീഡിയ, ഈ ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ മെയിൻലൈൻ മീഡിയ ടെലിവിഷൻ ചാനൽസിനെ ഈ അജിറ്റേഷൻ, ഈ യങ്സ്റ്റേഴ്സ് വളഞ്ഞിട്ട് കൂകുക, ഗോദി മീഡിയ എന്ന് വിളിച്ച് അവരെ പരിഹസിക്കുക, അവരെ അവിടെ നിന്ന് പോകാൻ തക്കവണ്ണം അവരുടെ നാണം കെടുത്തുന്ന പരിപാടികൾ ചെയ്യുക, ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ. അതായത് ഇന്ന് മീഡിയ സർക്കാരിൻ്റെ ഗുണഗണങ്ങൾ പാടുന്ന ഒരു വാഴ്ത്തിപ്പാടൽ സംഘമായിട്ട് തീർന്നു നാഷണൽ മീഡിയ, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾ എന്ന ഒരു ബോധം പൊതുവെ ഉണ്ടായിരുന്നു. അതിനെ ഗോദി മീഡിയ, ഭക്ത് മീഡിയ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഗ്രൗണ്ടിൽ ഇതുവരെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ റിപ്പോർട്ടേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്ന് തോന്നുന്നില്ല. ഇത് ആജ് തക്ക്, ABP, ഇങ്ങനെ സി ന്യൂസ്, ഇങ്ങനെ 3 ഞാൻ കണ്ടു. ബാക്കി ഒക്കെ NDTV, പിന്നെ 4 ടെലിവിഷൻ ചാനൽസിന്റെ, അതും വളരെ കൊച്ചു കുട്ടികളാണ്. അത് എനിക്ക് തോന്നുന്നത് അതും 25-26 വയസ്സുള്ള ജേർണലിസ്റ്റുകൾ ആണ് അവരെ കൂകി വിളിച്ച് അവിടുന്ന് ഓടിക്കുക എന്നുള്ള രീതിയിൽ ഉള്ളൊരു പെരുമാറ്റം കണ്ടത്. ഇത് ഡൽഹിയിലെ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. IACയുടെ സമരം വരെ ഒരിക്കലും സമരം ചെയ്യുന്നവർ മീഡിയയെ ഇങ്ങനെ പരിഹസിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. എപ്പോഴും മീഡിയ സമരം ചെയ്യുന്നവർ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരുടെ കൂടെയായിരുന്നു. അതായത് അവർക്കൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നു, മീഡിയ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടെ ആംപ്ലിഫൈ ചെയ്യും എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. അത് മാറി ഞങ്ങൾ ചെയ്യുന്നതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, സർക്കാരിൻ്റെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നിരമണ്ണം കാണിക്കാതിരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോഴത്തെ മീഡിയയുടെ പ്രവർത്തനം. പ്രത്യേകിച്ച് സർക്കാരിനോട് ആഭിമുഖ്യം പുലർത്തുന്ന മിക്ക ടെലിവിഷൻ ചാനൽസും അവരൊക്കെ ഇവരെ പാകിസ്ഥാനികളും BJP IT സെല്ലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് പല ചാനലുകളും പല ഓൺലൈൻ മാധ്യമങ്ങളും. അതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഇത് ഒരു മീഡിയ ആസ് എ സെക്ടർ ഇതിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മീഡിയ അവരുടെ വിശ്വാസ്യത, കോടതികൾ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പോലെ തന്നെ മീഡിയ അവരുടെ വിശ്വാസ്യത പബ്ലിക്കിന്റെ മുമ്പിൽ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു എന്നൊരു ഫീലിംഗ് അല്ലേ ദാമോദർ ഇതിൽ നിന്ന് വരുന്നത്? പ്രത്യേകിച്ച് ഈ ഗോദി മീഡിയ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ്. സാറ് ഉപയോഗിച്ചൊരു വാക്ക്, ഇതിന് ദൂരവ്യാപകമായിട്ട് ഇതിന്റെ പ്രത്യാഘാതമുണ്ടാവും. അത് പ്രധാനപ്പെട്ട കാര്യം. ദൂരവ്യാപകം നിലവിൽ തന്നെ പ്രത്യാഘാതം കാണും. പക്ഷെ ദൂരവ്യാപകമായ പ്രത്യാഘാതം വാസ്തവത്തിൽ പൗരസമൂഹത്തിന് ഒരു ഭീഷണിയാണ് ഉയർത്താനുള്ളത് ഈ മാധ്യമങ്ങളോട്. ഇതെല്ലാം ഓർക്കപ്പെടും. ഇവരുടെ വിചാരം എന്താ? ഈ നരേന്ദ്രമോദിയുടെ താങ്ങും തണലിലും ഇരുന്ന് എന്തു വാർത്തയും കൊടുത്ത് കുത്തിരിപ്പുണ്ടാക്കി മാനിപ്പുലേറ്റ് ചെയ്ത് സുഖശീതളമായിട്ടുള്ള ജീവിതം കഴിച്ചു കൂട്ടാന്നാണ് ഈ മാധ്യമങ്ങൾ വിചാരിക്കണമെങ്കിൽ, ഈ ഗോസാമർ വിചാരിക്കണമെങ്കിൽ ഇതെന്നും ഓർക്കപ്പെടും. കാരണം നാളെ ന്യൂറംബർഗ് വിചാരണയ്ക്ക് വിജയാൻ പോകുന്ന ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരാണ്. ഒരു സംശയവും എനിക്ക് ആ കാര്യത്തില്ല. കാരണം ഈ ചരിത്രം അവസാനിക്കാൻ പോവാണ്. എക്കാലത്തും ഇതുപോലുള്ള സമഗ്രാധിപത്യത്തിനോടൊക്കെ ഒറ്റ സെക്കൻഡ് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഈ സമരത്തെ കണ്ടു. ഈ സമരം എന്ന് പറഞ്ഞാൽ ഒരു കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുണ്ടായ ഒരു പ്രക്ഷോഭമല്ല. നീറ്റിന്റെ വിഷയം എന്നോട്ട് 12 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. നീറ്റ് പരീക്ഷാ ചോർച്ച വാർത്ത തന്നെ ശരിയായ വണ്ണല്ല ഈ ഗോദി മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. മോഡിയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന ഈ മാധ്യമങ്ങൾ
ദേശീയ മാധ്യമങ്ങൾ അവകാശപ്പെടുന്ന പല മാധ്യമങ്ങളും ഈ നീറ്റ് പരീക്ഷാ ചോർച്ച പോലും വേണ്ട പോലെ റിപ്പോർട്ട് ചെയ്തില്ല. അതിൽ പോലും തെറ്റായ രീതിയിൽ അതിന്റെ ഊന്നൽ നൽകുകയാണ് ചെയ്തത്. അതിന് ആരാണോ അക്കൗണ്ടബിൾ ആവേണ്ടത്, ആരാണ് അവർ ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഒരു വാക്ക് പറയാനോ അതിനെ വിമർശിക്കാനോ തയ്യാറായിരുന്നില്ല ഈ മാധ്യമങ്ങൾ. അത് അപ്പൊ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിച്ചു. ഇന്ത്യയിലെ പ്രൊഫഷണൽ കോഴ്സ് അഡ്മിഷൻ കിട്ടാനുള്ള സാധാരണ മനുഷ്യന്റെ ആഗ്രഹമാണ്. ആ സാധാരണ മനുഷ്യന്റെ ആഗ്രഹം കാര്യം അവർക്ക് പണം കൊടുത്ത് കോഴ്സുകൾ ജനം വിദേശത്ത് പോയിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രിമാരുടെ മക്കളെ പോലെ വിദേശത്ത് പോയി പണം കൊടുത്ത് പഠിക്കാനുള്ള പൈസ ഒന്നുള്ള ആൾക്കാരല്ല, സാധാരണ മനുഷ്യന്മാർക്ക് ആശ്രയിക്കാവുന്നതാണ്. അതുപോലെ ഈ വൻകിട ജേർണലിസ്റ്റുകളുടെ മക്കളെ പോലെ വിദേശത്ത് പോയി പണം കൊടുത്ത് പഠിക്കുന്നവരല്ല, സാധാരണ ഇന്ത്യക്കാർക്ക് ആശ്രയിക്കാവുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ് അവരുടെ ഉന്നതിക്കായിട്ടുള്ള. അതിനുവേണ്ടി അവർ അഹോരാത്രം കഷ്ടപ്പെട്ട് പഠിച്ച ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് ആ പരീക്ഷാ പേപ്പർ ചോർച്ച നടത്തുകയും പിന്നീട് റദ്ദാക്കുകയും യാതൊരു ഉത്തരവാദിത്തം വഹിക്കാതെ, അതും ഒരു തവണയല്ല പലതവണയും ചോർച്ചയുടെ ഉത്തരവാദിത്തം വഹിക്കാത്ത ഒരു മന്ത്രിസഭയും മന്ത്രിക്കെതിരെയും ജനരോഷം ഉയർന്നപ്പോൾ അതിന് ശബ്ദം കൊടുത്ത ഇവിടുത്തെ യുവജന പ്രസ്ഥാനം, പുതിയൊരു പ്രസ്ഥാനം, കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതല്ല. അവർക്ക് അങ്ങനെ വ്യക്തമായ രാഷ്ട്രീയ അല്ലെങ്കിൽ അധികാര താല്പര്യങ്ങളും ഇല്ലതാനും. അവർ സ്വതന്ത്രമായി ഉണ്ടായ ഒരു ജൈവ പ്രസ്ഥാനം അതിനെ ഏറ്റവും അവഹേളിക്കുന്ന വിധത്തിൽ, ഏറ്റവും മോശപ്പെടുന്ന വിധത്തിൽ, ഏറ്റവും അപകീർത്തിപ്പെടുന്ന വിധത്തിൽ നിരന്തരമായി വാർത്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമരം നടന്ന സമയത്ത് ഈ സമരത്തിന്റെ ആവശ്യം എന്താണ്, ഇതിൽ പങ്കെടുക്കുന്ന മനുഷ്യരാരാണ് എന്ന് പരിശോധിക്കാതെ, അവരോട് സംവദിക്കാതെ, ഏറ്റവും അത് കണ്ടാൽ ഏതൊരു മനുഷ്യനും, അതായത് ഏതൊരു ഇന്ത്യൻ പൗരനും അത് വളരെ എന്താ പറയാ വല്ലാതെ അമർഷം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ കൊടുത്തത്. കാരണം കോർപ്പറേറ്റ് താല്പര്യങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളും മോഡിയുടെ IT സെല്ലിനോട് നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആഖ്യാനങ്ങളും വാർത്തകളും പ്ലാൻ ചെയ്യുകയായിരുന്നു. ഈ സമരം കഴിഞ്ഞിട്ടും അർണാം ഗോസ്വാമി പറഞ്ഞാൽ മറക്കുന്നില്ല, ഈ സമരം കഴിഞ്ഞിട്ടും ഗോസ്വാമി പറഞ്ഞത് ദേ ഷുഡ് ബി മെയ്ഡ് അക്കൗണ്ടബിൾ. അക്കൗണ്ടബിൾ ആവേണ്ട ആരാണ്? നരേന്ദ്രമോദിയും ഗവൺമെന്റും ഒക്കെ അക്കൗണ്ടബിൾ ആവുന്ന സമയത്ത് അഭിജിത് ദീപ്കനെ അക്കൗണ്ടബിൾ ആക്കണം, അതുപോലെ സോനം വാങ്ചുവിനെ അക്കൗണ്ടബിൾ ആക്കണം. ഇയാളാരെ അക്കൗണ്ടബിൾ ആക്കാന്ന് പറയാനായിട്ട്? കാരണം ഇവർ ഉന്നയിച്ച ഒരു ഗൗരവമായ പ്രശ്നമാണ്. അപ്പോ പിന്നെ വേറൊരു കാര്യമുണ്ട്. പതിവ് പോലെ ഈ തവണ മോഡി സർക്കാരിന്റെ ഔദ്യോഗിക ഭാഗത്ത് നിന്ന് ദേശദ്രോഹികൾ രാജ്യദ്രോഹികളുടെ പ്രസ്താവന പൊതുവെ കുറവായിരുന്നു. കാരണം അവരിത് മുഴുവൻ ചെയ്യിപ്പിച്ചത് മാധ്യമങ്ങളെ കൊണ്ടാണ്. സാധാരണഗതിയിൽ അത് ഒന്ന് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്താണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഒരു മൂവ്മെന്റിനെ മൊബിലൈസ് ചെയ്യാൻ എന്നുള്ളതിന്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഉദാഹരണമല്ലേ ഇത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു ഹാൻഡിൽ ചെയ്തു, അത് 2 കോടി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുവഴി ഇത്രയും വലിയൊരു സമരം ഡൽഹിയിൽ സംഘടിപ്പിക്കുക, ആ സമരത്തെ ഇന്ത്യ ആകമാനം സ്പ്രെഡ് ചെയ്യുക. പക്ഷെ ഒഫീഷ്യൽ എല്ലാവർക്കും അറിയാം ഇതെല്ലാം സർക്കാർ ഭരിക്കുന്ന സർക്കാരിന്റെ സെൻട്രൽ ഗവൺമെന്റ് സർക്കാരും സ്റ്റേറ്റ് ഗവൺമെന്റ് സർക്കാരും ഒക്കെ എതിരാണെന്നറിയാം. എന്നിട്ടും ഇത്രയും ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ പവർ നമ്മുടെ മെയിൻലൈൻ മീഡിയ മനസ്സിലാക്കിയിട്ടില്ല എന്നും പറയേണ്ടി വരത്തില്ലേ? വളരെ കൃത്യം സാർ. അതിനകത്ത് ആ സോഷ്യൽ മീഡിയ തന്നെ എടുത്തു നോക്കിയൊരു കാര്യം കാണാൻ പറ്റും. എന്റെ തലമുറ, സാർ നമ്മുടെയൊക്കെ തലമുറ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് എക്സോ അല്ല, ഇവർ ഇൻസ്റ്റാ റവല്യൂഷൻ എന്ന് വിളിക്കാനാണ്. ഇൻസ്റ്റാ മാധ്യമം കുട്ടികളുടെ, ചെറുപ്പക്കാരുടെ, യുവാക്കൾ, ജൻസിയുടെ മാധ്യമം ഇൻസ്റ്റയിലൂടെയാണ്. റീൽസ് വഴിയും സന്ദേശങ്ങൾ വഴിയും ഇത്ര ഒരു ശൃംഖല, ഒരു സോൾഡാറ്റ് സമാഹരിച്ചത്. ഈ സമരത്തിന്റെ പ്രത്യേകത നോക്കിയാൽ ഈ ഇൻസ്റ്റാ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് മുംബൈയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും കുട്ടികൾ ഡൽഹിക്ക് വരികയായിരുന്നു. ഈ സമരം ഇവിടെ അവസാനിച്ചില്ലെങ്കിൽ മോഡി വലിയ പ്രശ്നം കിട്ടാനേ. കാരണം ഈ സമരം ഇവിടെ ഒത്തുതീർപ്പല്ല. ഈ സമരത്തിൽ സർക്കാർ കീഴടങ്ങിയില്ലായിരുന്നെങ്കിൽ സമരം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. സർക്കാരിനെ പിടിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അത് പ്രശ്നങ്ങളിൽ പോയനെ. ആത്യന്തികമായി നരേന്ദ്രമോദി തന്നെ രാജിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിയതാണ്. അതുകൊണ്ട് സർക്കാർ ഭയപ്പെട്ടുകൊണ്ടും ഈ യുവാക്കളെ പേടിച്ചുകൊണ്ടും നിർബന്ധിതമായി കീഴടങ്ങിയതാണ്. ഇത് മാധ്യമങ്ങൾ കാണാതിരിക്കാൻ പറ്റില്ല. കാര്യം പക്ഷെ ദാമോദർ, സാറ്റർഡേ ഫ്രൈഡേ വൈകുന്നേരം പ്രസ് ക്ലബിൽ പോയ എന്നെ സംബന്ധിച്ചോളം അവിടെ ചെന്നപ്പോൾ എൻ്റെ ക്യാബ്, അതായത് നമ്മുടെ റാപ്പിഡോ എന്ന് പറഞ്ഞ ക്യാബിലെ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം വെച്ചാൽ അവിടെ ആ ഏരിയയിൽ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള ചില്ലറ മാറി അദ്ദേഹത്തിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാണ് എനിക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്ത് ബുക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അവിടെ പോലും ലോധി റോഡിൽ പോലും, അതായത് ഇന്ത്യ ഇന്റർനാഷണൽ സെന്ററിന്റെ അവിടെ പോയിട്ട് പോലും അവിടെ കാറുകൾ അനുവദിക്കുന്നില്ല. ടാക്സിക്കാരൻ പറയും നിങ്ങൾ പോലീസുകാരോട് ഒന്ന് സംസാരിക്കണം, ഞാൻ അതുവഴി വരാം, അവര് നിങ്ങൾ സംസാരിച്ചാലേ അവർ വിടത്തുള്ളൂ ഞങ്ങളെ അകത്തോട്ട്. അതായത് കൊണാപ്ലേസിന് 5 കിലോമീറ്റർ. അത് ഇൻഡിക്കേറ്റ് ചെയ്തത് എപ്പോ വേണേലും ഈ ജന്തർ മന്ദിറിൽ വേറൊരു ആക്ഷൻ ഉണ്ടാകാം എന്നുള്ള രീതിയിലുള്ള ഒരു ഭീതിജനകമായ
അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ വീക്കെൻഡിൽ ഉണ്ടായിരുന്നത്. അത്